നമസ്കാരം. പ്രധാന വാർത്തകൾ. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കി വീണ്ടും ഒരു ബലിപെരുന്നാൾ. കേരളത്തിൽ ശനിയാഴ്ച ബലിപെരുന്നാൾ. മണ്ണാർക്കാട് വീണ്ടും തെരുവുനായ ആക്രമണം, 4 പേർക്ക് കടിയേറ്റു. പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 27.5 പവൻ സ്വർണവും 12,500 രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഉദുമൽപേട്ടയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് 2 കഞ്ചാവ് വേട്ട. ബൈക്കിൽ സൂക്ഷിച്ച 2.88 കിലോ കഞ്ചാവും സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും പിടികൂടി. മലിനജലം സംസ്കരിക്കാൻ KSRTCക്ക് നഗരസഭയുടെ നോട്ടീസ്. KSRTC മണ്ണാർക്കാട് ഡിപ്പോയ്ക്കാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ശനിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. പുത്രസ്നേഹത്താൽ ദൈവസ്നേഹമാണ് വലുതെന്ന ഉദാത്ത മാതൃക കാണിച്ച ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മയിൽ നബിയുടെയും ത്യാഗസ്മരണകൾ പുതുക്കി ഇസ്ലാം മതവിശ്വാസികൾ ശനിയാഴ്ച ബലിപെരുന്നാൾ ആഘോഷിക്കും. ദൈവകൽപ്പനയനുസരിച്ച് ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ബലി നൽകാൻ തയ്യാറായ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്മരണ പുതുക്കുന്ന ദിനമാണ് ബലിപെരുന്നാൾ. ദൈവത്തിൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ച ഇബ്രാഹിം നബിക്ക് സ്വന്തം പുത്രനെ ബലി നൽകുന്നതിന് പകരം ദൈവദൂതൻ വഴി ഒരാടിനെ എത്തിച്ചു എന്നാണ് ചരിത്രം. ഈ ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ഇസ്ലാം മതവിശ്വാസികൾ പെരുന്നാൾ ദിനത്തിൽ ആടുമാടുകളെ ബലി കഴിപ്പിച്ച് മാംസം വിതരണം ചെയ്യുന്നത്. അറബ് മാസം ദുൽഹജ്ജ് 10-നാണ് വലിയ പെരുന്നാൾ ആഘോഷിക്കുന്നത്. പെരുന്നാൾ ദിവസം രാവിലെ പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും. പരസ്പര സ്നേഹവും ഐക്യവും പുതുക്കി വിശ്വാസികൾ ഒത്തുകൂടും. ദൈവമാണ് ഏറ്റവും വലിയവനെന്ന അർത്ഥമുള്ള തക്ബീർ ധ്വനികൾ മുഴങ്ങും. ലോകമെമ്പാടു നിന്നും ലക്ഷക്കണക്കിന് വിശ്വാസികൾ സംഗമിക്കുന്ന പരിശുദ്ധ ഹജ്ജ് കർമ്മവും ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് നടക്കുന്നത്. പ്രവാചകൻ ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിൻ്റെയും ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുന്നിൽ ആരാധനാകർമ്മങ്ങളും പുണ്യസേവനങ്ങളും ഒരുമിപ്പിക്കുന്ന ആഘോഷമായാണ് വിശ്വാസികൾ ബലിപെരുന്നാൾ കൊണ്ടാടുന്നത്. സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെടുന്ന പുതിയ കാലത്ത് നന്മകൾ നട്ടുവളർത്താൻ നിരന്തരമായ പ്രേരണ നൽകുകയാണ് വിശുദ്ധ പെരുന്നാൾ എന്ന് വാടാനാംകുറിശി ജുമാ മസ്ജിദ് ഖത്തീബ് UA അബ്ദുൽ റഷീദ് അസ്ഹരി അൽ ഹിക്കമി പറഞ്ഞു. ബലിപെരുന്നാൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലെ 5-ാമത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളാണ്. ഇസ്ലാമിലെ ആഘോഷങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആരാധനയാണ്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെ ത്യാഗവുമാണ് ഈ ആഘോഷവേളയിൽ മുസ്ലിം ലോകം സ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിലെ ഒട്ടേറെ ആരാധനകളുടെയും സംഗമമാണ് വിശുദ്ധമായ ഹജ്ജ് മാസം എന്ന് പറയുന്നത്. നോമ്പ് ഉൾപ്പെടെയുള്ള അതേപോലെ തന്നെ വിവിധങ്ങളായ പ്രത്യേക നിസ്കാരങ്ങളും ബലികർമ്മം ഉൾപ്പെടെ വ്യത്യസ്തങ്ങളായ ആരാധനകൾ ഒരുമിച്ച് ചേർന്ന് അതിൻ്റെ സന്തോഷ നിർവൃതിയാണ് പെരുന്നാൾ എന്ന ആഘോഷത്തിലൂടെ നടത്തപ്പെടുന്നത്. ഇല്ലാത്തവൻ്റെ പാവങ്ങളുടെ കണ്ണീരൊപ്പിക്കൊണ്ട് സ്നേഹവും സൗഹാർദ്ദവും കൂട്ടിയിണക്കിക്കൊണ്ട് മനോഹരമായ ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പാണ് വിശുദ്ധമായ ഈ പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുന്നത്. അതനുസരിച്ച് സ്നേഹവും സൗഹാർദ്ദവും നഷ്ടപ്പെടുന്ന പുതിയ കാല സമൂഹത്തിൽ ഒരുപാട് നല്ല നാളേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ഒരുങ്ങാൻ ഈ പെരുന്നാൾ നമുക്ക് പ്രചോദനമാവട്ടെ. എല്ലാവർക്കും 1000 ബലിപെരുന്നാൾ ആശംസകൾ. തഖബ്ബലല്ലാഹു മിന്ന വമിൻകും. കോട്ടോപ്പാടം അരിയൂർ പടുവിൽ കുളമ്പിൽ തെരുവുനായ ആക്രമണം, 4 പേർക്ക് കടിയേറ്റു. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. പരിക്കേറ്റവർ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലും ജില്ലാ ആശുപത്രിയിലും ചികിത്സ തേടി. പുറത്തെടുക്കുമ്പോൾ ഓടി വന്ന് കാലിന് മാറ്റിയ മുറികളുണ്ട്. അരിയൂർ പടുവിൽക്കുളമ്പ് ഇടൂർ വീട്ടിൽ 58-കാരിയായ ലീലാവതി, രാജീവ് നഗർ കള്ളിയത്ത് 58-കാരനായ അഹമ്മദ് കുട്ടി, പടുവിൽ സക്കീന, മിഥിലാജ് എന്നിവർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. സക്കീനയുടെ കയ്യിൽ സാരമായി പരിക്കേറ്റു. ഇവരെ സർജറിക്കായി ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. വീട്ടുമുറ്റത്ത് തുണി വിരിച്ചിടുമ്പോഴാണ് സക്കീനയ്ക്കും ലീലാവതിക്കും കടിയേറ്റത്. സക്കീനയുടെ ബഹളം കേട്ട് ഓടിയെത്തിയവരാണ് നായയിൽ നിന്ന് രക്ഷിച്ചത്. ലീലാവതിയുടെ കൈക്കും നെഞ്ചിനും കടിയേറ്റിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടി പട്ടി വന്നിട്ട് കടിക്കേറ്റു. അവർ ഡ്രസ്സ് അലക്കുകൊണ്ടിരിക്കുമ്പോൾ ഒരു പട്ടി വന്ന് കടിക്കേറ്റു. 2-3 പേരെ കളിച്ചിട്ടുണ്ട്, 3-4 പേരെ കളിച്ചിട്ടുണ്ട്. ബഹളം കേട്ടിട്ട്
ഒരു ബാളം കേട്ടിട്ട് പട്ടി വിടുന്നില്ല. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ചെന്ന് നോക്കുമ്പോൾ പട്ടി കടിച്ചപ്പത്തിന് പോയി ഉണ്ടായിരുന്നു. പരിക്ക് കയ്യിലും ഇതൊക്കെ മുഖത്തൊക്കെ ഉണ്ട്. മുഖത്തിന് പിന്നെ 2-3 ഒരാൾ നെഞ്ചിലുണ്ട്, ഒരാൾ തുടക്കം അടിച്ചിട്ടുള്ളത്. അഹമ്മദ് കുട്ടി വീടിന്റെ സിറ്റൗട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു ആക്രമണം. നെഞ്ചിലാണ് കടിയേറ്റത്. നഖം തട്ടി കാലുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ്. തെരുവുനായ ശല്യം നിയന്ത്രിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കർശന നടപടി ഉണ്ടാവണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പടുവിൽ കുഞ്ഞുമുഹമ്മദ് പറഞ്ഞു. അരിയൂർ പടുവിൽക്കുളമ്പ് പ്രദേശത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തെരുവുനായ ഒരു 4-5 പേരെ കടിച്ചിട്ടുണ്ട്. ദിവസം നേരം കൊടുത്താൽ കുട്ടികൾ മദ്രസയിലും സ്കൂളിലും പോകുന്ന സമയത്ത് ഈ തെരുവ് നായകൾ കുട്ടികളുടെ കൂടി അവരെയും കടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ തെരുവ് നായ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടി സർക്കാർ തലത്തിൽ നിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാവണം. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. അപ്പോൾ സർക്കാർ ഇത് മുൻകൈയെടുത്ത് ആളുകളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് പറയാനുള്ളത്. പൂട്ടിയിട്ട വീട്ടിൽ നിന്ന് 27.5 പവൻ സ്വർണവും 12,500 രൂപയും മോഷണം പോയ കേസിൽ പ്രതിയെ ഉദുമൽപേട്ടയിൽ നിന്നും പിടികൂടി. മണ്ണാർക്കാട് ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിൽ നിന്നാണ് സ്വർണവും പണവും കഴിഞ്ഞ ശനിയാഴ്ച മോഷണം പോയത്. കോഴിക്കോട് മയ്യനാട് താഴെമച്ചിങ്ങാട്ടിൽ ബുള്ളറ്റ് സാലു എന്ന സാലുവിനെയാണ് മണ്ണാർക്കാട് CI MP രാജേഷ് സംഘവും ഉദുമൽപേട്ടയിൽ നിന്ന് പിടികൂടിയത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. ശിവൻകുന്ന് ശ്രീനിലയത്തിൽ റിട്ടയർഡ് അധ്യാപകൻ ശ്രീധരന്റെ വീട്ടിൽ കഴിഞ്ഞ ശനിയാഴ്ചയാണ് മോഷണം നടന്നത്. വീടിന്റെ 2 നിലകളിലായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 27.5 പവൻ സ്വർണവും 12,500 രൂപയും നഷ്ടമായിരുന്നു. വീടിന്റെ മുൻവശത്തെ വാതിലിന്റെ താഴെ പൊളിച്ച നിലയിലായിരുന്നു. ശ്രീധരനും ഭാര്യ ശ്രീദേവിയും ബംഗളൂരുവിൽ മകൻ ശ്രീദേവിന്റെ ഒപ്പമാണ്. 2 ആഴ്ചയിലൊരിക്കൽ ശ്രീധരൻ വീട്ടിൽ വന്നു പോകാറാണ് പതിവ്. മെയ് 25-നാണ് ശ്രീധരൻ വന്നുപോയത്. ചെറിയ മകൻ ശ്രീവിത്തും ബംഗളൂരുവിലാണ്. ശ്രീവിത്ത് 26-ന് വാതിൽ പൂട്ടി താക്കോൽ അടുത്ത വീട്ടിൽ ഏൽപ്പിച്ചു മടങ്ങിയിരുന്നു. 31-ന് രാവിലെയാണ് വീടിന്റെ അടുക്കളവാതിൽ തുറന്ന നിലയിൽ കിടക്കുന്നത് സമീപവാസിയായ ബിന്ദു കണ്ടത്. ബിന്ദു പ്രദേശവാസികളെ അറിയിക്കുകയായിരുന്നു. മണ്ണാർക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സ്വർണം മലപ്പുറത്ത് വിൽപ്പന നടത്തിയെന്ന മൊഴി നൽകിയിട്ടുണ്ട്. സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണെന്ന് മണ്ണാർക്കാട് CI MP രാജേഷ് അറിയിച്ചു. അമ്പലപ്പാറയിൽ ബൈക്കിൽ നിന്നും കഞ്ചാവ് പിടിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. പാലപ്പുറം സ്വദേശി ഷാഹിർ സൈഫുദ്ദീനാണ് എക്സൈസിന്റെ പിടിയിലായത്. വാണിവിലാസിനി മയിലുംപുറം റോഡിൽ വെച്ചാണ് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A ബിപിൻദാസും സംഘവും ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചത്. 2.88 കിലോ ഉണക്ക കഞ്ചാവ് പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന പാലപ്പുറം റഹ്മാൻ മൻസിൽ വീട്ടിൽ 41-കാരനായ ഷാഹിർ സൈഫുദ്ദീനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഓഫീസർമാരായ CV രാജേഷ് കുമാർ, SJ അനു, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഓഫീസർമാരായ PP പ്രദീപ് കുമാർ, MK പ്രേംകുമാർ, സർക്കിൾ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫിറോസ്, ഡ്രൈവർ KJ ലൂക്കോസ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. അമ്പലപ്പാറയിൽ സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവ് പിടികൂടിയ കേസിൽ യുവാവ് അറസ്റ്റിൽ. അമ്പലപ്പാറ സ്വദേശി ബിബിനാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. IBയുടെ രഹസ്യവിവരത്തെ തുടർന്നാണ് അമ്പലപ്പാറയിൽ പ്രവർത്തിക്കുന്ന സിഗ്നേച്ചർ എന്ന പേരുള്ള സ്റ്റുഡിയോയ്ക്കുള്ളിൽ ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ A ബിപിൻദാസും സംഘവും പരിശോധന നടത്തിയത്. 450 ഗ്രാം ഉണക്ക കഞ്ചാവ് സ്റ്റുഡിയോയ്ക്കുള്ളിൽ നിന്നും കണ്ടെടുത്തു. സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായാണ് ഇയാൾ കഞ്ചാവ് സൂക്ഷിച്ചിരുന്നതെന്ന് എക്സൈസ് അറിയിച്ചു. കേസിൽ അമ്പലപ്പാറ പുറ്റാനിയിൽ വീട്ടിൽ 28-കാരനായ ബിപിൻദാസിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പിന്നീട് ജാമ്യത്തിൽ വിട്ടു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഓഫീസർമാരായ CV രാജേഷ് കുമാർ, SJ അനു, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഓഫീസർമാരായ PP പ്രദീപ് കുമാർ, MK പ്രേംകുമാർ, സർക്കിൾ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫിറോസ്, ഡ്രൈവർ KJ ലൂക്കോസ് തുടങ്ങിയവർ പരിശോധനയിൽ പങ്കെടുത്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് നഗരസഭ KSRTC മണ്ണാർക്കാട് ഡിപ്പോയ്ക്ക് നോട്ടീസ് നൽകി. ഓയിൽ കലർന്ന വെള്ളം പൊതുചാലിലേക്ക് ഒഴുക്കുന്ന സാഹചര്യത്തിലാണ് നോട്ടീസ് നൽകിയത്. ഡിപ്പോയിൽ വാഹനങ്ങൾ കഴുകുമ്പോഴുണ്ടാകുന്ന ഓയിൽ കലർന്ന വെള്ളം പൊതുചാലിലേക്ക് ഒഴുകുന്നതിനാൽ പരിസരത്തുള്ളവരുടെ കിണറുകളിലെ വെള്ളം മലിനമാകുന്നുവെന്ന പരാതിയുണ്ട്. ഈ പരാതി യാഥാർത്ഥ്യമാണെന്നും അടിയന്തരമായി മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കണമെന്നും നഗരസഭാ സെക്രട്ടറി നൽകിയ നോട്ടീസിൽ പറയുന്നു.
മണ്ണാർക്കാട് KSRTC ബസ് സ്റ്റാൻഡിനെ മാലിന്യമുക്ത ഹരിത സ്റ്റേഷനാക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി ജൈവ അജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള സൗകര്യമൊരുക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഡിപ്പോയിൽ ബോട്ടിൽ ബൂത്തും റിംഗ് കോമ്പോസ്റ്റ്, മിനി MCF എന്നിവ അനുവദിച്ചു നൽകിയിരുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് ഹരിത കർമ്മസേനയ്ക്ക് നൽകുന്നുണ്ട്. സർക്കാർ പണം അനുവദിച്ചാലേ പ്ലാന്റ് നിർമ്മിക്കാനാവൂ എന്ന നിലപാടിലാണ് KSRTC അധികൃതർ. പാലക്കാട് പാൽ സൊസൈറ്റി പ്രസിഡന്റ് ജീവനൊടുക്കി. തന്റെ വ്യാജ ഒപ്പിട്ട് സെക്രട്ടറി പണം തട്ടിയെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് VK പ്രഭാകരനാണ് മരിച്ചത്. 70 വയസ്സായിരുന്നു. പാലക്കാട് പാൽ സൊസൈറ്റി പ്രസിഡന്റ് ആത്മഹത്യാക്കുറിപ്പ് എഴുതിവെച്ച് ജീവനൊടുക്കി. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് VK പ്രഭാകരൻ ആണ് ആത്മഹത്യ ചെയ്തത്. ഇന്നലെ വൈകിട്ടാണ് പ്രഭാകരനെ വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തന്റെ വ്യാജോപ്പ് ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും സെക്രട്ടറി പണം തട്ടിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത്. സെക്രട്ടറിയായ ശരത് കുമാറും ജീവനക്കാരി രമയും കബളിപ്പിച്ച് 15 ലക്ഷം തട്ടിയെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സെക്രട്ടറിക്കും രമയ്ക്കുമെതിരെ ഹേമാംബിക പോലീസിൽ പരാതി നൽകിയിരുന്നു. മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് പ്രഭാകരന്റെ കുടുംബം ആവശ്യപ്പെട്ടു. കരുവാരക്കുണ്ടിലെ നരഭോജി കടുവയെ കണ്ടെത്താൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ കോമ്പിംഗ് പരിശോധന നടത്തി. 160 പേർ 20 സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിയത്. ശനിയാഴ്ചയും പരിശോധന തുടരും. കാളികാവ് അടക്കാക്കുണ്ട് പാറശ്ശേരിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ഗഫൂറിനെ കടുവ കൊലപ്പെടുത്തിയതിനെ തുടർന്ന് മലയോര ജനത ഒന്നാകെ ഭീതിയിലാണ്. തുടർന്ന് 3 ആഴ്ച പിന്നിട്ടിട്ടും കടുവയെ പിടികൂടാനായിട്ടില്ല. പലയിടത്ത് വെച്ചും കടുവയെ നാട്ടുകാരും വനപാലകരും നേരിൽ കണ്ട സംഭവമുണ്ടായി. 2 കുങ്കിയാനകളും 60 പേരടങ്ങുന്ന ദൗത്യ സംഘത്തെയും ഇതിനായി എത്തിച്ചു. നിരീക്ഷണ ക്യാമറകളിൽ കുടുങ്ങിയ കടുവയെ പിടികൂടാൻ 6 ഇടങ്ങളിലാണ് കെണികൾ സ്ഥാപിച്ചത്. ഇതിനിടയിൽ കേരള എസ്റ്റേറ്റ് C1 ഡിവിഷനിൽ കടുവയ്ക്കായി വെച്ച കെണിയിൽ പുള്ളിപ്പുലിയും കുടുങ്ങി. കടുവാഭീതിക്ക് അവസാനമാകാത്ത സാഹചര്യത്തിലാണ് കോമ്പിംഗ് പരിശോധന നടത്തിയത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 160 പേർ 20 സംഘങ്ങളായി തിരിഞ്ഞ് പാന്ത്ര കുരിക്കളാട്, മദാരി എസ്റ്റേറ്റ്, കേരള എസ്റ്റേറ്റ് C1 ഡിവിഷൻ, ആർത്തല എസ്റ്റേറ്റ്, കൽക്കുണ്ട്, പുറ്റള, കണ്ണത്ത്, മലവാരം എന്നിവിടങ്ങളിലാണ് പരിശോധന നടത്തിയത്. പരിശോധനയിൽ കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ഒന്നും ലഭിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ചയും പരിശോധന തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, കരുവാരക്കുണ്ട്. ഇടവേള. വാർത്തകൾ തുടരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വേഷത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലെത്തി പരിസരം നിരീക്ഷിച്ച് മോഷണം നടത്തുന്ന യുവാവ് ഒറ്റപ്പാലത്ത് അറസ്റ്റിൽ. മലപ്പുറം കരുളായി അമരമ്പലം പനങ്ങാടൻ വീട്ടിൽ 43-കാരനായ അബ്ദുൾ റഷീദാണ് അറസ്റ്റിലായത്. 19 മൈലിലെ ഹോട്ടൽ ജീവനക്കാരായ അതിഥി തൊഴിലാളികൾ വാടകയ്ക്ക് താമസിക്കുന്ന പാലപ്പുറത്തെ മുറികളിൽ മോഷണം നടത്തിയ കേസിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. 5 മൊബൈൽ ഫോണുകളും 3500 രൂപയുമാണ് ഇവിടെ നിന്നും മോഷ്ടിച്ചത്. കഴിഞ്ഞ ദിവസം രാവിലെ 9:30ഓടെയാണ് മോഷണം നടന്നത്. പോലീസ് ഓഫീസറുടെയും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥന്റെയും ഒക്കെ വേഷത്തിലെത്തിയാണ് അബ്ദുൾ റഷീദ് സ്ഥലത്ത് നിരീക്ഷണം നടത്തിയിരുന്നത്. പിന്നീട് വ്യാഴാഴ്ച രാവിലെ എത്തിയാണ് മോഷണം നടത്തിയത്. CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഷൊർണൂരിലെ ലോഡ്ജിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. ഇയാൾ തൃശൂർ, മലപ്പുറം ജില്ലകളിലെ വിവിധ സ്റ്റേഷനുകളിലായി 16ഓളം മോഷണ കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. നീന്തൽ അസാധ്യമെന്ന് കരുതിയ SMA രോഗബാധിതയായ 9ാം ക്ലാസ്സുകാരി നീന്തി തുടങ്ങി. പെരിന്തൽമണ്ണ അമൃതം പൊയ്കയിലെ ജലചികിത്സയിലൂടെയാണ് 9ാം ക്ലാസ്സുകാരി ഭാഗ്യം നീന്തി തുടങ്ങിയത്. ഒരിക്കലും തനിക്ക് നീന്താൻ സാധിക്കില്ലെന്നാണ് SMA രോഗബാധിതയായ 9ാം ക്ലാസ്സുകാരി ഭാഗ്യ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ നീന്തൽ തുടങ്ങാൻ സാധിച്ചതിലുള്ള സന്തോഷത്തിലാണ് ഭാഗ്യ. കുട്ടിക്കാലം മുതൽ ചക്രക്കസേരയിൽ കഴിയുന്ന ഭാഗ്യ പിതാവ് ശിവകുമാർ, മാതാവ് മായ എന്നിവരോടൊപ്പം ചികിത്സ തേടി പെരിന്തൽമണ്ണ അമൃതം ആയുർവേദാശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ ഡോക്ടർ P. കൃഷ്ണദാസ്, ഡോക്ടർ ഷീബ കൃഷ്ണദാസ് എന്നിവരുടെ അടുത്തെത്തുകയായിരുന്നു. 14 വർഷത്തോളം ചക്രക്കസേരയിൽ മാത്രമിരുന്നതിനാൽ ശരീരത്തിന് വന്ന അമിതവണ്ണം കാരണം SMA ഭാഗമായ ചലന വൈകല്യങ്ങൾ ഭാഗ്യത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നു. ആയുർവേദ ചികിത്സകളും നീന്തലും തുടർച്ചയായി നൽകിയപ്പോൾ ആശാവഹമായ പുരോഗതി ഉണ്ടായി. പറവൂർ കൊല്ലം SNV ഗേൾസ് ഹൈസ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഭാഗ്യ. പഠനത്തിൽ മികവ് പുലർത്തുന്ന ഭാഗ്യയുടെ അച്ഛൻ ശിവകുമാർ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് ജോലിക്കാരനാണ്. അമ്മ മായ വീട്ടമ്മയാണ്. ഇവരുടെ ഏക മകളാണ് ഭാഗ്യ. മകളുടെ അസുഖത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞ ദമ്പതികൾ മകളുടെ പരിചരണം ജീവിത ലക്ഷ്യമാക്കിയെടുക്കുകയായിരുന്നു. ഭാഗ്യ ഒന്ന് നടന്നു കാണാൻ വിവിധ ചികിത്സാ കേന്ദ്രങ്ങൾ കയറിയിറങ്ങി. ശിവകുമാർ, മായ എന്നിവരെ സഹപാഠികളും സുഹൃത്തുക്കളും പിന്തുണയ്ക്കുന്നതുകൊണ്ടാണ് ഭാഗ്യയുടെ ചികിത്സയും പഠനവും നടന്നുപോരുന്നത്.
പഠനത്തിൽ ഒന്നാമതായും കലാസാഹിത്യ രംഗങ്ങളിൽ മികവ് പുലർത്തുകയും ചെയ്യുന്ന ഭാഗ്യ പഠനം പൂർത്തിയാക്കി ജീവിത വിജയം കൈവരിക്കാനുള്ള ശ്രമത്തിലാണ്. പെരിന്തൽമണ്ണ അമൃതം ആയുർവേദാശുപത്രിയിലെ ഡോക്ടർ കൃഷ്ണദാസും ഷീബ കൃഷ്ണദാസും നൽകിയ ആയുർവേദ ചികിത്സയും നീന്തൽ പരിശീലനവുമെല്ലാം രോഗാവസ്ഥയെ അതിജീവിക്കുന്നതിൽ കാര്യമായ ഫലമുണ്ടാക്കാൻ സാധിച്ചു. പെരിന്തൽമണ്ണയിൽ വീണ്ടും വരുമെന്ന ആഗ്രഹത്താൽ ഭാഗ്യയും മാതാപിതാക്കളും കൊല്ലത്തേക്ക് മടങ്ങി. വലിയ പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ പാതായക്കരയിൽ വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിൽ മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നിരവധി വനിതകൾ മൈലാഞ്ചിയിടൽ മത്സരത്തിൽ പങ്കെടുത്തു. പെരിന്തൽമണ്ണ നഗരസഭയിലെ 15-ാം വാർഡ് വനിതാ ലീഗിന്റെ ആഭിമുഖ്യത്തിലാണ് പെരുന്നാളിനോടനുബന്ധിച്ച് മൈലാഞ്ചി ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. ഫെസ്റ്റിൽ വനിതകൾ കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞു. കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത പാതേക്കര ഖായിദ മില്ലത്ത് സ്മാരക മുസ്ലിം ലീഗ് ഓഫീസിലാണ് മൈലാഞ്ചി ഫെസ്റ്റ് നടന്നത്. മൈലാഞ്ചിയിടൽ മത്സരം നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് വാർഡ് പ്രസിഡന്റ് KP ആസിയ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് മുഖ്യപ്രഭാഷണം നടത്തി. STU സംസ്ഥാന സെക്രട്ടറി C അബ്ദുൾ നാസർ, മണ്ഡലം പ്രസിഡന്റ് തെക്കത്ത് ഉസ്മാൻ, മൈലാഞ്ചിയിടൽ മത്സരത്തിന്റെ ജഡ്ജിംഗ് പാനൽ അംഗം ഫിഫാൻ പാറയിൽ, KMCC ഉമ്മൽ ഗുവൈൻ സ്റ്റേറ്റ് പ്രസിഡന്റ് പുളിക്കൽ ഉണ്ണിയൻകുട്ടി, മുനിസിപ്പൽ മുസ്ലിം ലീഗ് ട്രഷറർ പച്ചേരി ജലാൽ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ലീഗ് ഭാരവാഹികളായ പച്ചേരി സുരയ്യ, ചീരക്കുഴി സുഹറ, റംലത്ത് പൊതിയിൽ, ആബിദ മേലേതിൽ, ഖദീജ പൊതിയിൽ, സുനീനെ സാംബ്രിക്കൽ, നുസൈബ, റഹ്മത്ത്, രജില, സാജിദ തൊണ്ണംതൊടി തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സരത്തിലെ വിജയികൾക്ക് വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റും പുലാമന്തോൾ പഞ്ചായത്ത് അംഗവുമായ MK മൈമൂന, സാജിദ പുലാമന്തോൾ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് എടത്തനാട്ടുകര യുവജന കൂട്ടായ്മയും എടത്തനാട്ടുകര MB കൺവെൻഷൻ സെന്ററും സംയുക്തമായി സംഘടിപ്പിച്ച മെഹന്തി ഫെസ്റ്റ് മത്സരാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 5 വയസ്സുകാരി മുതൽ 55 വയസ്സുള്ളവർ വരെ ഫെസ്റ്റിൽ പങ്കെടുത്തിരുന്നു. 1, 2, 3 സ്ഥാനം നേടിയവർക്ക് ആകർഷകമായ സമ്മാനവും ഒരുക്കിയിരുന്നു. എടത്തനാട്ടുകരയിൽ ആദ്യമായാണ് ഇത്രയും ജനപങ്കാളിത്തത്തോടെയുള്ള മെഹന്തി ഫെസ്റ്റ് നടന്നത്. മത്സര സ്വഭാവത്തോടെ നടന്ന ഫെസ്റ്റിൽ 100-ലധികം പേർ പങ്കെടുത്തു. 5 വയസ്സുകാരി മുതൽ 55 വയസ്സുള്ളവർ വരെ പങ്കെടുത്തു എന്നതും ശ്രദ്ധേയമാണ്. അവരവരുടെ ഭാവനകൾ ഉള്ളംകൈകളിൽ മെഹന്തിയിൽ വരകളായി മാറിയതോടെ ഫെസ്റ്റിന് ചന്തമേറി. എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും 1, 2, 3 സ്ഥാനക്കാരെ തെരഞ്ഞെടുത്തത് അവർക്ക് ആകർഷകമായ സമ്മാനങ്ങളും നൽകി. എടത്തനാട്ടുകരയിൽ നിന്നും വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മത്സരാർത്ഥികളാണ് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. MV കൺവെൻഷൻ സെന്റർ ഓഡിറ്റോറിയം മൊത്തമായും സ്പോൺസർ ചെയ്യുന്ന ഒരു മെഹന്തി ഫെസ്റ്റാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മത്സരാർത്ഥികൾക്കുള്ള വിജയികൾക്കുള്ള സമ്മാനങ്ങളും MV കൺവെൻഷൻ സെന്ററാണ് സമ്മാനിക്കുന്നത്. അതുപോലെ മത്സരം നിയന്ത്രിക്കുന്നത് പുറത്തുനിന്നും നമ്മൾ ക്ഷണിച്ചിട്ടുള്ള ജഡ്ജസിൻ്റെ നിയന്ത്രണത്തിലാണ്. 1 മണിക്കൂറാണ് നമ്മളെ മത്സരത്തിൻ്റെ ടൈം നമ്മൾ ജഡ്ജസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. പരിചയസമ്പന്നരായ ജഡ്ജിമാരുടെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിലാണ് മൂല്യനിർണ്ണയം നടത്തിയത്. ഏറ്റവും മികച്ച നല്ല ഒരു ടീമിന് 1, 2, 3 സമ്മാനങ്ങളാക്കി. 1-ാം സമ്മാനം 3000, 2-ാം സമ്മാനം 2000, 1-ാം സമ്മാനം 1000 രൂപയാക്കി 3 സമ്മാനങ്ങളാണ് മൈലാഞ്ചി ഫെസ്റ്റിന് നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ മൈലാഞ്ചി ഫെസ്റ്റിന് ശേഷം എടത്തനാട്ടുകര മേഖലയിലെ SSLC+2 ഉന്നത വിജയം കൈവരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും ഇവിടെ ആദരിക്കുകയാണ്. മെഹന്തിക്ക് ശേഷം പ്രദേശത്ത് നിന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന സ്പർശം പദ്ധതിയുടെ ഭാഗമായി ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് തല ക്യാമ്പ് പൂർത്തിയായി. 276 പേർ വിവിധ സേവനങ്ങൾക്കായി ക്യാമ്പിലെത്തി.
ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ വെച്ച് നടന്ന ക്യാമ്പിൽ അലിംകോയുടെ സഹകരണത്തോടെ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും നൽകുന്ന സഹായോപകരണങ്ങളുടെ നിർണയം, ഭിന്നശേഷിക്കാർക്കുള്ള തിരിച്ചറിയ കാർഡുകൾ, അദാലത്ത്, ആധാർ എടുക്കുന്നതും പുതുക്കുന്നതിനുമുള്ള സൗകര്യം, ലേണിംഗ് ലൈസൻസ് രജിസ്ട്രേഷൻ സൗകര്യം എന്നിവ ഒരുക്കിയിരുന്നു. 89 ഭിന്നശേഷിക്കാരായ വ്യക്തികൾ സേവനം ഉപയോഗപ്പെടുത്തി. ചെർപ്പളശ്ശേരി നഗരസഭാ മേഖലയിലെ ഗുണഭോക്താക്കളും ക്യാമ്പിലെത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് എം സെയ്ദാലി അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിൽ അർഹരെന്ന് കണ്ടെത്തിയ 106 ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ഉപകരണങ്ങൾ 2 മാസത്തിനകം വിതരണം ചെയ്യുമെന്ന് അലിംകോ അറിയിച്ചു. കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ പരിപാടിയിൽ അനുമോദിച്ചു. കുലുക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ 100ഓളം വിദ്യാർത്ഥികളെയാണ് ഗ്രാമപഞ്ചായത്ത് അനുമോദിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് മുളയങ്കാവ് സെന്ററിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാബിറ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഇ ചന്ദ്രബാബു പരിപാടിയിൽ മുഖ്യാതിഥിയായി. നമ്മുടെ ഇന്ദ്രിയങ്ങൾ തുറന്നു പിടിക്കാൻ തയ്യാറാവണം. നമ്മൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ. ആ സാമൂഹ്യ ബോധം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പഠനത്തിൽ നമ്മൾ എപ്പോഴും ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാവണം. ഞാൻ ചോദിക്കട്ടെ, എല്ലാ വിഷയത്തിലും A+ നേടി, SSLCയും +2വും അതുപോലെ തന്നെ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടി അവനൊരു തീവ്രവാദിയായി, ഒരു ഭീകരവാദിയായി മാറിയാൽ അവന് ലഭിച്ച ഈ ഉന്നത വിജയങ്ങൾ കൊണ്ട് എന്താണ് ഫലം? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK ഇസാഖ്, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ P രജനി, ശ്രീകുമാർ, MK ഖദീജ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ബഷീർ മാസ്റ്റർ, MK മുഹമ്മദ്, തസ്ലീമ ഇസ്മായിൽ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷൺമുഖൻ തുടങ്ങിയവരും വിവിധ വാർഡ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ അക്ഷരശ്രീ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ പരിസ്ഥിതി ദിനത്തിൽ കർഷക തിലകമായ സ്വപ്ന ജെയിംസിന്റെ വീട്ടിലെത്തി. സ്വപ്ന ജെയിംസിന്റെ പരിസ്ഥിതി സൗഹൃദ തോട്ടം വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. തോട്ടത്തിലെ വിവിധ ഇനങ്ങളിലുള്ള പഴങ്ങളും ഫലങ്ങളും കണ്ടും രുചിച്ചും ചെടികളും വിത്തുകളും ശേഖരിച്ചാണ് വിദ്യാർത്ഥികൾ മടങ്ങിയത്. ജൈവ കൃഷിയിലൂടെയാണ് പരിസ്ഥിതിയെ സ്നേഹിക്കേണ്ടതെന്ന് സ്വപ്ന ജെയിംസ് കുട്ടികളോട് പറഞ്ഞു. പ്ലാസ്റ്റിക് ഉപയോഗം പരമാവധി കുറയ്ക്കുക, ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് മുഴുവൻ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുക, കിട്ടുന്ന മഴവെള്ളം മുഴുവൻ തോട്ടത്തിൽ തന്നെ ശേഖരിച്ച് മണ്ണിനെ സമ്പുഷ്ടമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയത്. എല്ലാ കുട്ടികൾക്കും ഫലവൃക്ഷ തൈകൾ സമ്മാനിച്ചു. പരിസ്ഥിതി പ്രവർത്തക കൂടിയായ സ്വപ്ന ജെയിംസിനെ പ്രധാനാധ്യാപിക P ബിജി ആദരിച്ചു. പുറത്തു പോവാതെ നമ്മുടെ തൊടിയെ തന്നെ സംരക്ഷിക്കുക. ആ മഴവെള്ളത്തിനെ പച്ചക്കറികൾക്കും മറ്റു ചെടികൾക്കൊക്കെ നല്ല വളക്കൂറുള്ള വെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റണം അല്ലേ? അവിടെ വേസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയത് ശ്രദ്ധിച്ചോ? അതെന്തിനാ ഉപയോഗിക്കുക? നിങ്ങളെ ഇതിന്റെ ഇടയിൽ ചോദിച്ചോ ടീച്ചറോട്. അധ്യാപകരായ K സെബിൻ, ആൻഡ്രൂസ്, MT രജനി, K രേഷ്മ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് അലനല്ലൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്ത് ഔഷധ തോട്ടം വെച്ച് പിടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹിമാൻ ചെടികൾ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. തുളസി, ആര്യവേപ്പ്, ഓത്, സർവ്വസുഗന്ധി, പൂവരസ്, കറിവേപ്പ് തുടങ്ങിയവയുടെ തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. സഹകരണ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് ഔഷധത്തോട്ടം നിർമ്മിച്ചത്. ബാങ്ക് പ്രസിഡന്റ് PPK മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെടികൾ നട്ട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖലയും സർക്കാരിനൊപ്പം കൈകോർത്തുകൊണ്ട് നമ്മുടെ പാരിസ്ഥിതിക സന്തുലനം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളിലും അതുപോലെ തന്നെ ഭാവി തലമുറകളിലും അതിനെക്കുറിച്ചിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരം പദ്ധതികളുമായിട്ട് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്കും ഇതിനോട് സഹകരിച്ചുകൊണ്ട് ഇന്ന് അലനല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഒരു ഔഷധ സസ്യ തോട്ടം നിർമ്മിക്കുന്നതിനാവശ്യമായ തൈകൾ നട്ടുകൊണ്ടാണ് ഈ ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പങ്കെടുക്കുന്നത്. പ്രധാനാധ്യാപകൻ ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് സുരേഷ് കുമാർ, ബാങ്ക് സെക്രട്ടറി P ശ്രീനിവാസൻ, ഡയറക്ടർ T രാജകൃഷ്ണൻ, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ മഞ്ജുഷ, ഡെപ്യൂട്ടി HM KJ ലിസി, ഹൈസ്കൂൾ വിഭാഗം പരിസ്ഥിതി ക്ലബ്ബ് കൺവീനർ വത്സ, UP വിഭാഗം പരിസ്ഥിതി ക്ലബ്ബ് സെക്രട്ടറി രമ്യ, SPC ചാർജ് അസീം, അധ്യാപകരായ രാജഗോപാലൻ, ഫിറോസ് കീടത്ത് തുടങ്ങിയവർ പങ്കെടുത്തു.
ചെറുപ്പശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ചു. സ്കൂളിലെ NSS റേഞ്ച് റോവർ യൂണിറ്റുകളുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ ഒരുക്കിയത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ചെർപ്പുളശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റും റേഞ്ച് റോവർ യൂണിറ്റും സംയുക്തമായാണ് പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചത്. വാർഡ് കൗൺസിലർ സൗമ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൽപ്പകം 2025 ക്യാമ്പയിന്റെ ഭാഗമായി സ്കൂൾ അങ്കണത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ തെങ്ങിൻ തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിസ്ഥിതി ദിന പ്രതിജ്ഞയും പരിസ്ഥിതി ദിന സന്ദേശ റാലിയും സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ സലീം, സീനിയർ അസിസ്റ്റന്റ് രാധ, NSS പ്രോഗ്രാം ഓഫീസർ അൽഫിന സെബാസ്റ്റ്യൻ, സ്കൗട്ട് മാസ്റ്റർ സതീഷ്, ഗൈഡ് ക്യാപ്റ്റൻ ഹെന, സ്റ്റാഫ് സെക്രട്ടറി പാത്തുമ്മ ടീച്ചർ തുടങ്ങിയവരും മറ്റ് അധ്യാപകരും വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും ഓർമ്മകൾ പുതുക്കി വീണ്ടും ഒരു ബലിപെരുന്നാൾ. കേരളത്തിൽ ശനിയാഴ്ച ബലിപെരുന്നാൾ. മണ്ണാർക്കാട് വീണ്ടും തെരുവുനായ ആക്രമണം, 4 പേർക്ക് കടിയേറ്റു. പൂട്ടിയിട്ട വീട്ടിൽ നിന്നും 27.5 പവൻ സ്വർണവും 12,500 രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഉദുമൽപേട്ടയിൽ നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലത്ത് 2 കഞ്ചാവ് വേട്ട. ബൈക്കിൽ സൂക്ഷിച്ച 2.88 കിലോ കഞ്ചാവും സ്റ്റുഡിയോയുടെ മറവിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവും പിടികൂടി. മലിനജലം സംസ്കരിക്കാൻ KSRTCക്ക് നഗരസഭയുടെ നോട്ടീസ്. KSRTC മണ്ണാർക്കാട് ഡിപ്പോയ്ക്കാണ് നഗരസഭ നോട്ടീസ് നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.